Hi students, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈലറിൻ്റെയും ഫയോളിൻ്റെയും കമ്പാരിസൺ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ ടൈലറിൻ്റെയും ഫയോളിൻ്റെയും പ്രിൻസിപ്പിൾസ് പഠിച്ചു കഴിഞ്ഞു. 14 പ്രിൻസിപ്പിൾസും അതേപോലെ ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസും നമ്മൾ പഠിച്ചു. ഇനി ആ രണ്ട് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള അല്ലെങ്കിൽ ഇവരുടെ രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ ഫയോൾ ആൻഡ് ടൈലർ. ഫയോളിൻ്റെയും അതേപോലെ ടൈലറിൻ്റെയും പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റുകളുടെ ഒരു കമ്പാരിസൺ ആണ്. ദെൻ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ദെൻ ഇവിടെ കമ്പാരിസൺ കൊടുത്തിരിക്കുന്നത് 3 കോളംസ് ആയിട്ടാണ്. That is first column basis ആണ്, that is basis column. Then second column that is Henry Fayol contribution or Henry Fayol. Then next column is F.W. Taylor. ഇനി ഏതെല്ലാം ആസ്പെക്റ്റിലാണ് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത് അതാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ്, ഇവരുടെ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നെല്ലാം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വീക്ഷണം എന്നെല്ലാം പറയാം. ദറ്റ് ഈസ് പേഴ്സ്പെക്റ്റീവ്. ദെൻ ഹെൻറി ഫയോളിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ദേ കോൺസെൻട്രേറ്റഡ് ഓൺ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ്. ദെൻ അറ്റ് ദി സെയിം ടൈം F.W. ടൈലർ ആണെങ്കിൽ ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് എ ഫാക്ടറി എന്ന് വെച്ചാൽ ഒരു ഫാക്ടറിയുടെ ബേസിക് ലെവലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ബേസിക് ലെവലിൻ്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് F.W. ടൈലറുടെ പ്രിൻസിപ്പിൾസിലൂടെയും ടെക്നിക്സിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കമ്പാരിസൺ പെർസ്പെക്റ്റീവ് ആണ്. ദെൻ കംസ് ടു സെക്കൻഡ് കമ്പാരിസൺ, ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. നമുക്കറിയാം എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് നമ്മൾ ഓൾറെഡി 14 പ്രിൻസിപ്പിൾസിൽ പഠിച്ചതാണ്. ദെൻ ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾസിൻ്റെ സ്റ്റാഞ്ച് പ്രൊപ്പണൻ്റ് ആണ് ആര്? F.W. ടൈലർ. സ്റ്റാഞ്ച് പ്രൊപ്പണൻ്റ്. വാട്ട് ഈസ് സ്റ്റാഞ്ച്? അതിനത്രയും ഇൻസിസ്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ആര്? ഹെൻറി ഫയോൾ. എന്ന് വെച്ചാൽ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഇത്, ഈ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ്. അറ്റ് ദി സെയിം ടൈം in the case of F.W. Taylor did not feel that it is important as under functional foremanship a worker received order from 8 specialists. അതായത് in the case of F.W. Taylor principles അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു, ദാറ്റ് ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. എന്തായിരുന്നു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്? അതായത് ഒരു ഫാക്ടറിയിൽ ഒരു വർക്കർക്ക് 8 സുപ്പീരിയേഴ്സിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് കിട്ടും അല്ലെങ്കിൽ ഓർഡേഴ്സ് കിട്ടുന്നു. അതാണ് ഇത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റാണ് ആര് കൊണ്ടുവന്നത്? ടൈലർ കൊണ്ടുവന്നത്. ആ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ. യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത് ഒരു സബോർഡിനേറ്റ്സിന് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും പാസ് ചെയ്യാൻ പാടുള്ളൂ. അറ്റ് ദി സെയിം ടൈം ഇൻ ദി കേസ് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എ സബോർഡിനേറ്റ് വിൽ ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം 8 സുപ്പീരിയേഴ്സ്. അതായത് 8 സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് എന്ത് ചെയ്യാണ്? ഓർഡേഴ്സും ഇൻസ്ട്രക്ഷനും കിട്ടുകയാണ്. സോ ഇറ്റ് ഈസ് പ്യുവർലി അഗെയിൻസ്റ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഹെൻറി ഫയോൾ, യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദാറ്റ് ഈസ് അപ്ലിക്കബിലിറ്റി. ഹെൻറി ഫയോൾ 14 പ്രിൻസിപ്പിൾ ഈസ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ. ഇതെന്താണ്? യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ടൈപ്പ് ബിസിനസ്സിലും അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ഇത്, ഈ ഓരോ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസും. സോ ഈ 14 പ്രിൻസിപ്പിൾസും യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്. അറ്റ് ദി സെയിം ടൈം F.W. ടൈലർ അപ്ലിക്കബിൾ ടു സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻ. F.W. ടൈലറിൻ്റെ പ്രിൻസിപ്പിൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ എന്തല്ല? അപ്ലിക്കബിൾ അല്ല. ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ടു സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇത്, ഈ ഒരു ടൈലറുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കബിലിറ്റിയുടെ കേസിലും എന്ത് വരുന്നുണ്ട്? ഡിഫറൻസ് വരുന്നുണ്ട്.
ദെൻ നെക്സ്റ്റ് ഈസ് ബേസിസ് ഓഫ് ഫോർമേഷൻ ആണ് നെക്സ്റ്റ് കമ്പാരിസൺ ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ഡിവലപ്പ് ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത് ബൈ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുള്ളതാണ് ഇത് 14 പ്രിൻസിപ്പിൾസ്. At the same time, as in the case of F.W. Taylor, it is derived or it is formed by observation and experimentation. നമ്മൾ പറഞ്ഞതാണ് ടൈലറുടെ പ്രിൻസിപ്പിൾസ് എങ്ങനെ വന്നതാണ്? ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും, ബിക്കോസ് ഇറ്റ് ഈസ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ. Taylor principle is also known as scientific management principle. സോ ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഇത് എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ. സോ F.W. ടൈലറുടെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ദാറ്റ് ഡിറൈവ്ഡ് ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, നെക്സ്റ്റ് ബേസിസ് ആണ്, ദാറ്റ് ഈസ് ഫോക്കസ്. ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ. എന്തിനു വേണ്ടിയാണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഓവറോൾ അഡ്മിനിസ്ട്രേഷനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആര് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്? ഈ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിൽ മാത്രമല്ല, ഒരു ബിസിനസ്സിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, അതിനെ ഇമ്പോർട്ടൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ വരുന്നത്. സോ 14 പ്രിൻസിപ്പിൾസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ബിസിനസ്. അറ്റ് ദി സെയിം ടൈം ടൈലറുടെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ്? ഫോർ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടായിരിക്കും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് നൽകുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ അറ്റ് ദി ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെ ഷോപ്പ് ഫ്ലോർ ലെവലിനാണ് ഇത് ഇമ്പോർട്ടൻസ് നൽകുന്നത്. സോ ഈ ഫാക്ടറി ലെവലിൽ എന്താണ് നടക്കുന്നത്? ആക്ച്വലി നടക്കുന്നത് പ്രൊഡക്ഷൻ ആണ്. സോ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ആരുടെ പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്? ടൈലറുടെ പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ദെൻ കംസ് ടു നെക്സ്റ്റ് കമ്പാരിസൺ, ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി. ഹെൻറി ഫയോൾ എന്ന് വെച്ചാൽ ഹീസ് എ പ്രാക്ടീഷണർ. ഹെൻറി ഫയോൾ ഒരു പ്രാക്ടീഷണറാണ്. അറ്റ് ദി സെയിം ടൈം ടൈലർ എന്ന് വെച്ചാൽ ആരാണ്? ഹീസ് എ സയൻറ്റിസ്റ്റ്, ഒരു സയൻറ്റിസ്റ്റ് ആണ്. ദെൻ കംസ് ടു ലാസ്റ്റ് കമ്പാരിസൺ, ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ആണ്. അതായത് ഹെൻറി ഫയോളിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വർക്ക് എന്ന് വെച്ചാൽ ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് അഡ്മിനിസ്ട്രേഷനുള്ള ഒരു ബിസിനസ്സിൻ്റെ അഡ്മിനിസ്ട്രേഷനുള്ള ജനറൽ തിയറിയാണ്. ദെൻ അറ്റ് ദി സെയിം ടൈം ഇൻ ദി കേസ് ഓഫ് ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആയിട്ടാണ് ആരറിയപ്പെടുന്നത്? ടൈലർ അറിയപ്പെടുന്നത്. ദെൻ ഫയോൾ എന്ന് വെച്ചാൽ എന്താണ്? ജനറൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ ആസ്പെക്റ്റിലാണ് ഫയോള് അറിയപ്പെടുന്നത്. So these are the comparison between the Henry Fayol and F.W. Taylor. Okay.